ഇഷ്ടം മാത്രം അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നു. നമ്മളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത വിധം കഥ വഴിമാറാൻ പോകുന്നു. നമ്മുടെ ഇഷിത നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പഴയ ദേഷ്യമോ കലിപ്പോ ഒന്നും നമ്മുടെ മഹേഷിന്റെ ആ ഒരു സംസാരത്തിലില്ല കേട്ടോ. ഇഷിത പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ കാണണം, ഗ്രീൻ പാർക്കിൽ വരാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹേഷും ചെല്ലുന്നുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ വെച്ച് സംസാരിക്കുകയാണ്. ആ ഒരു സംസാരിക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇഷിത പറയുന്നുണ്ട് ഒരു കുഞ്ഞിന്റെ ആ ഒരു വളർച്ചാഘട്ടത്തിൽ ആവശ്യം അവരുടെ മാതാപിതാക്കൾ അടുത്തുള്ളതാണ്, അത് കുഞ്ഞിന്റെ സ്വഭാവത്തെ ഒത്തിരി സ്വാധീനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിപ്പോൾ ഭയങ്കര ചിപ്പിമോളെ ഞാൻ വെച്ച് എൻ്റെ ഒരു ചിന്താഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ചിപ്പിമോൾ ഭയങ്കര സങ്കടത്തിലാണ്. ആരും ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ചിപ്പിമോൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വാക്കുകൾ തന്നെയാണ് എനിക്ക് ചിപ്പിമോളിൽ നിന്നും മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് ഇനിയെങ്കിലും കുഞ്ഞിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹേഷ് ഒന്നും മിണ്ടാതെ എതിർക്കാതെ തലയൊടുക്കി കേൾക്കുന്ന രംഗങ്ങളായിരുന്നു കേട്ടോ. ശേഷം നമ്മുടെ ഇഷിത ചിപ്പിമോളെ നമ്മുടെ മഹേഷിന് കൈമാറുകയാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മുടെ ചിപ്പിമോളെ മഹേഷ് കാണുന്നത്. അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും ചിപ്പിമോൾ ഓടി വരുന്നു, മഹേഷ് ഓടിച്ചെല്ലുന്നു, അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, അങ്ങനത്തെ കുറച്ച് രംഗങ്ങളും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ മഹേഷ് ചിപ്പിമോളെ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മുടെ ഇഷിത നമ്മുടെ മഹേഷിന്റെ വീട്ടിൽ ചെന്ന് നമ്മുടെ ചിപ്പിമോളെ ആ ഒരു മുറിയിൽ ചെന്ന് കളിപ്പിക്കുന്ന നിമിഷങ്ങളും മഹേഷ് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതും മഹേഷിന്റെ അമ്മ ഇതൊക്കെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഷിത നമ്മുടെ ചിപ്പിമോളായിട്ട് കുറച്ചു നേരമൊക്കെ കളിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു കുഞ്ഞിന്റെ ഉള്ളിൽ എങ്ങനെ ഫിനോയിൽ ചെന്നു എന്നുള്ളത്, നിങ്ങൾക്ക് എന്താ ഇത്രയും നാളായിട്ട് ഇത്രയും നേരമായിട്ട് നിങ്ങൾ എന്താ അത് അന്വേഷിക്കാത്തതെന്നും നമ്മുടെ ഇഷിത ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആർദ്രയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗമാട്ടോ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം നമ്മുടെ ആർദ്രയൊക്കെ കൈയോടെ പൊക്കുമോ. ആർദ്രയെ നമ്മുടെ മഹേഷ് കൈയോടെ പൊക്കിയാൽ പിന്നെ അവിടെ നിന്നും എന്തായാലും ഇങ്ങനെ ചീളുന്ന പോലെ വലിച്ചെറിയും നമ്മുടെ മഹേഷ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഇഷിതയോടുള്ള ഒരു തെറ്റിദ്ധാരണ എന്തായാലും നമ്മുടെ മഹേഷിന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പിമോളായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ഒക്കെ തന്നെ ആയിരിക്കും നമ്മുടെ മഹേഷും ഉണ്ടാവും കൂടെ. അപ്പൊ എന്തായാലും കൂടുതൽ സമയം ചെലവഴിച്ച മഹേഷിന് നമ്മുടെ ഇഷിതയോടും ഇഷിതയ്ക്ക് നമ്മുടെ മഹേഷിനോടും ചെറുതായിട്ടൊക്കെ ആ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.